പാർവതീദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് കാടാമ്പുഴ ദേവി ക്ഷേത്രം. അവിടുത്തെ വഴിപാടിനെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ വഴിപാടുകൾക്ക് പുറമെ പ്രത്യേകമായ രണ്ട് പ്രധാന വഴിപാടുകളുള്ള ക്ഷേത്രമാണ് കാടാമ്പുഴ ശ്രീ പാർവതി ക്ഷേത്രം. മുട്ടറക്കലും പൂമൂടലുമാണ് അവിടുത്തെ പ്രധാന വഴിപാട്. അവിടുത്തെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. പാശുപതാസ്ത്രം സമ്പാദിക്കാൻ അർജുനൻ പരമശിവനെ ധ്യാനിച്ചു. എന്നാൽ അർജുനന്റെ അഹങ്കാരം അടങ്ങിയ ശേഷമേ ദിവ്യായുധം നൽകിയിട്ട് ഫലമുള്ളൂ എന്ന് ശിവൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ശിവനും പാർവതിയും കാട്ടാള വേഷത്തിൽ അർജുനൻ തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി. ദുര്യോധനൻ മൂകാസുരൻ എന്ന അസുരനെ അർജുനന്റെ തപസ് മുടക്കുവാൻ പന്നിയുടെ വേഷത്തിൽ അവിടേക്ക് അയച്ചു. ഇത് കണ്ടു നിന്ന ശിവൻ പന്നിയെ അമ്പെയ്തു. ഉപദ്രവിക്കാൻ വന്ന പന്നിയെ അർജുനനും അമ്പെയ്തു വീഴ്ത്തി. ഇരുഭാഗത്തെയും അമ്പുകൾ ഏറ്റുവാങ്ങി പന്നി ചത്തുവീണു. പന്നിയെ കൊന്ന അവകാശവാദവുമായി ശിവനും അർജുനനും തമ്മിൽ യുദ്ധമായി. അമ്പുകളേറ്റ് ശിവന്റെ ശരീരം മുറിഞ്ഞപ്പോൾ പാർവതി അർജുനനെ ശപിച്ചു. എയ്യുന്ന ശരങ്ങൾ പുഷ്പങ്ങളായി വർഷിക്കട്ടെ എന്നായിരുന്നു ശാപം. കാട്ടാള വേഷം ധരിച്ച് വന്നത് ശിവനും പാർവതിയുമാണെന്ന് മനസ്സിലാക്കിയ അർജുനൻ സാഷ്ടാംഗം പ്രണമിച്ച് മാപ്പപേക്ഷിച്ചപ്പോൾ ശിവനും പാർവതിയും സന്തുഷ്ടരായി. ഒപ്പം പാശുപതാസ്ത്രം സമ്മാനിക്കുകയും ചെയ്തു. ആ കാട്ടാള സ്ത്രീയുടെ ഭാവമാണ് നമ്മുടെ കാടാമ്പുഴ ഭഗവതിക്ക്. ദേവിയുടെ ഉഗ്രഭാവം കുറയ്ക്കുവാൻ വേണ്ടി പ്രതിഷ്ഠാവേളയിൽ സുദർശന മന്ത്രവും നരസിംഹ മന്ത്രവും ജപിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തി. ദേവിയുടെ അമിത തേജസ്സിനെ നിയന്ത്രിച്ച് ശ്രീകോവിലിന്റെ മധ്യത്തിൽ കാണുന്ന ദ്വാരത്തിലേക്ക് സന്നിവേശിപ്പിച്ച് ശാന്തസ്വരൂപിണിയാക്കി തീർത്തു എന്നുമാണ് വിശ്വാസം. പാർവതി ദേവിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഏറ്റവും ശക്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. മലപ്പുറത്ത് തിരൂരിൽ നിന്ന് 16 കിലോമീറ്റർ അകലെ കാടാമ്പുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഒരു വിഗ്രഹവുമില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത. വിഗ്രഹമില്ല എന്നതിന്റെ ഐതിഹ്യത്തെക്കുറിച്ചാണ് കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞത്. മുട്ടറക്കലും പൂവുമൂടലുമാണ് ഇവിടുത്തെ വിശിഷ്ടമായ വഴിപാടുകൾ. ഏത് ആഗ്രഹവും എന്ത് പ്രശ്നങ്ങളും ഏത് ദുരിതങ്ങളും തീർക്കാൻ ദേവിയെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ അഥവാ മുട്ടുകൾ ഉണ്ടാകുന്നത് മാറ്റുന്നതിനാണ് മുട്ടറക്കൽ വഴിപാട് നടത്തുന്നത്. ആരോഗ്യമുട്ട്, തൊഴിൽമുട്ട്, വിദ്യാമുട്ട്, മംഗല്യമുട്ട്, ഗൃഹമുട്ട്, സന്താനമുട്ട്, ദാമ്പത്യമുട്ട്, കുടുംബമുട്ട്, വാഹനമുട്ട്, ഭൂമിമുട്ട് തുടങ്ങിയവയെല്ലാം മുട്ടറക്കലിലൂടെ നമുക്ക് ഈ വഴിപാടിലൂടെ നമുക്ക് പരിഹരിക്കപ്പെടുന്നതാണ്. ഉദ്ദിഷ്ട പ്രാർത്ഥന, നമ്മുടെ പ്രാർത്ഥന എന്ത് തന്നെയായാലും അത് ദേവിയിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നാളികേരം ഭഗവതിയുടെ ശ്രീകോവിലിലെ കല്ലിൽ ശാന്തിക്കാരൻ മുട്ടിപ്പൊട്ടിക്കുന്നതാണ് ഈ വഴിപാട്. മുട്ടിന്റെ ഗുണദോഷം ശാന്തിക്കാരൻ തന്നെ പറഞ്ഞു തരും. ഇത് ശരിയായോ, നമ്മുടെ ആഗ്രഹം സാഫല്യമാകുമോ, അത് മുട്ട് ശരിയായോ ഇല്ലയോ എന്നുള്ളത് ശാന്തിക്കാരൻ തന്നെ പറഞ്ഞു തരും. ഒരു നാളികേരവും ശാന്തിക്കാരന് ദക്ഷിണയും യഥാശക്തി സംഖ്യ നടക്കിൽ വെക്കലുമാണ് മുട്ടറക്കലിന്റെ ആകെ ചെലവ് വരുന്നത്. തേങ്ങ പുറത്തുനിന്നും വാങ്ങാവുന്നതാണ്. അത് പ്രത്യേകം തയ്യാറാക്കിയ ഒരു ടാങ്കിൽ മുക്കിയ ശേഷമാണ് ഭക്തർ മുട്ടറക്കലിന് ക്ഷേത്രത്തിലേക്ക് കടക്കുന്നത്. പേരും നാളും മുട്ടറക്കൽ എന്തിനു വേണ്ടിയാണ്, നമ്മുടെ ആഗ്രഹം എന്താണ് എന്നുള്ളതും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ശാന്തിക്കാരൻ തന്നെ അത് ചെയ്യുന്നതാണ്. ഉടക്കുന്ന ലക്ഷണം നോക്കി ശരിയായോ, ദോഷം അവസാനിച്ചോ എന്നെല്ലാം തിരിച്ചറിയാവുന്നതാണ്. നാളികേരത്തിന്റെ 2 മുറികളും വഴിപാടുകാരന് തന്നെ തിരിച്ചും തരുന്നതാണ്. നമ്മുടെ ഏത് ആഗ്രഹവും സാധിക്കുന്നതിന് വേണ്ടി ഈ വഴിപാട് നടത്താവുന്നതാണ്. ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു വഴിപാടാണിത്. അടുത്തത് പൂമൂടൽ വഴിപാടാണ്. കാടാമ്പുഴ ഭഗവതിക്ക് ഏറെ പ്രിയങ്കരമായ മറ്റൊരു വഴിപാടാണ് പൂമൂടൽ. അർജുനൻ കിരാതമൂർത്തിയായ ശിവനിൽ പ്രയോഗിച്ച ശരങ്ങൾ ഭഗവതിയാണല്ലോ പൂക്കളായി മാറ്റിയത്. ആ ഐതിഹ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പൂമൂടൽ വഴിപാട്. 4 പറ തെച്ചിപ്പൂവ്, 1 പറ അരി നിവേദ്യം, ഇടങ്ങഴി, പാൽ കൊണ്ട് പാൽപായസം ഇവയാണ് പാരമ്പര്യ വിധി പ്രകാരം ഇതിന് വേണ്ടത്. ഇതിനോട് ചേർന്ന് മുൻപ് സദ്യയും ഭക്തർ സ്വന്തം കഴിവിനനുസരിച്ച് നടത്തി വന്നിരുന്നതാണ്. ഈ നടത്തിപ്പിന് കാലവ്യത്യാസങ്ങൾ അനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ മാറ്റമില്ലാത്തതായ ഒന്നേ പൂവിന്റെ കാര്യത്തിൽ ഒട്ടും തന്നെ കുറവ് പാടില്ല എന്നതാണ് ഏറ്റവും പ്രധാനം. അസാധ്യമെന്ന് കരുതുന്ന അഭീഷ്ടം വരെ കാടാമ്പുഴ ദേവീ കൃപ കൊണ്ട് അനായാസേന സാധിച്ച പലരും ശ്രേഷ്ഠമായ ഈ കർമ്മം നടത്തുന്നുണ്ട്. പൂമൂടലാണെങ്കിലും അതുപോലെ തന്നെ മുട്ടറക്കലാണെങ്കിലും ദേവിക്ക് ഏറ്റവും പ്രധാനമാണ്. ഏത് ആഗ്രഹവും ദേവീ കൃപ കൊണ്ട് അനായാസേന സാധിച്ചു നൽകുന്നതാണ്. 2000-ലാണ് ഒടുവിൽ പൂമൂടൽ വഴിപാടിന്റെ ബുക്കിംഗ് നടന്നത്. 50 വർഷത്തേക്കായിരുന്നു ബുക്കിംഗ് നടന്നത്. അതായത് 2050 വരെയുള്ള ബുക്കിംഗ് നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു ദിവസം ഒരു പൂമൂടൽ മാത്രമാണ് നടക്കുന്നത്. പൂമൂടൽ വഴിപാടുകളുടെ എണ്ണം 1-ൽ കൂട്ടാതിരുന്നു കഴിഞ്ഞാൽ അടുത്ത ബുക്കിംഗ് 2050 നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുവരെയുള്ള ബുക്കിംഗ് എല്ലാം നടന്നു കഴിഞ്ഞിരിക്കുന്നു. അത്രയധികം ദേവിയെ ആരാധിക്കുന്നവരാണ് നമുക്കിടയിലുള്ളത്. അപ്പൊ എല്ലാവരുടെ കുടുംബത്തിലും കാടാമ്പുഴ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.